കനത്ത വ്യോമാക്രമണത്തിനൊപ്പം ഇറാനെതിരെ കരയുദ്ധത്തിനും പുതിയ പ്ലാനുകളുമായി അമേരിക്കയും ഇസ്രയേലും. കുർദിഷ് വംശജരെ ഇറക്കി വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധം തുടങ്ങാനാണ് US-ഇസ്രയേൽ പദ്ധതിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കനത്ത വ്യോമാക്രമണത്തോടൊപ്പം തന്നെ ഇറാനെതിരെ കരയുദ്ധത്തിന് പുതിയ പ്ലാനുകളുമായി ഇറങ്ങുകയാണ് അമേരിക്കയും ഇസ്രയേലും. കുർദിഷ് വംശജരെ ഇറക്കി വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധം തുടങ്ങാനാണ് പുതിയ US-ഇസ്രയേൽ പദ്ധതി. കുർദുകൾ ഇറങ്ങുന്നതോടെ ഭരണമാറ്റത്തിന് ടെഹ്റാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നും ഇറാന്റെ പല ഭാഗങ്ങളിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നുമാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇറാഖിൽ അഭയം തേടിയുള്ള കുർദുകളുടെ 5 സംഘടനകൾ ചേർന്ന് ഇറാനിയൻ കുർദുകളുടെ രാഷ്ട്രീയ സംഘടന തന്നെ രൂപീകരിച്ചിരുന്നു. ആയിരക്കണക്കിന് വരുന്ന സായുധ സൈന്യം ഈ സംഘടനകൾക്കുണ്ട്. ഇവയെല്ലാം ഇറാഖ് അതിർത്തിയിലാണ് തമ്പടിച്ചിരിക്കുന്നതും. യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഇറാനിൽ നിന്നും അതിർത്തി കടന്ന് ഇവരിൽ വലിയൊരു സംഘം തന്നെ ഇറാഖിൽ എത്തിയിട്ടുണ്ട്. കരയുദ്ധത്തിന്റെ സാഹചര്യമുണ്ടായാൽ ഇറാനെതിരെ പോരാടുന്നതിനായാണ് ഈ നീക്കം നടത്തിയതെന്നും ഇവരുമായും US-ഇസ്രയേൽ ധാരണയുണ്ടാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. CIA-യും മൊസാദുമാണ് ഇവർക്ക് വേണ്ട സാമ്പത്തിക സൈനിക സഹായങ്ങളും ചെയ്തു വരുന്നത്. അതേസമയം കുർദുകൾക്ക് അമേരിക്ക ആയുധം നൽകുന്നുവെന്ന വാർത്തകൾ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും തള്ളിയിട്ടുണ്ട്. അമേരിക്ക കുർദുകൾക്ക് ആയുധം നൽകുന്നില്ല, ഇസ്രയേലികൾ നൽകുന്നുണ്ടോ എന്നറിയില്ല എന്നായിരുന്നു US കോൺഗ്രസിനെ അറിയിച്ചത്. അതേസമയം കുർദുകളെ ഇറക്കി ഇറാനെ പ്രതിസന്ധിയിലാക്കുക എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആശയമാണെന്നും CIA പിന്നീട് അതിനോട് യോജിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെന്നും US ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാൾ വെളിപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാനിലെ ഭരണകൂടം തകർന്നാൽ കുർദുകൾക്ക് സ്വയം ഭരണാവകാശമുള്ള പ്രത്യേക ഭൂഭാഗം അനുവദിക്കുമെന്നും സാമ്പത്തിക സൈനിക സഹായങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ സഹായവും നൽകുമെന്നുമാണ് ഇസ്രയേലിന്റെ വാഗ്ദാനം. അതേസമയം ഈ പദ്ധതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാട്ടിയിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇറാഖിലെ കുർദുകളുടെ നേതാക്കളായ മസൂദ് ബർസാനിയുമായും ബഫേൽ തലബാനിയുമായും ഇറാനിയൻ കുർദിസ്ഥാൻവാദിയായ മുസ്തഫ ഹിജിയുമായും ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.